Find a basis for the null space and column space of the matrix. Matrix വന്നിട്ടുണ്ട്. First row -3, 9, -2, -1. Second row 2, -6, 4, 8. Third row 3, -9, -2, 2. സോ നമ്മൾ തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു നൾ സ്പേസ് ഓഫ് എ മെട്രിക്സിന്റെ ബേസിസും അതേപോലെ കോളം സ്പേസ് ഓഫ് എ മെട്രിക്സിന്റെ ബേസിസും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ മെട്രിക്സിന് പേരില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ലെറ്റ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞ ആ മെട്രിക്സ് എടുക്കുകയാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ഇത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു മെട്രിക്സ് തന്നെ വന്നിട്ട് അതിന്റെ നൾ സ്പേസിന്റെ ബേസിസും കോളം സ്പേസിന്റെ ബേസിസും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നൾ സ്പേസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഞാൻ ബേസിസ് ഫോർ നൾ സ്പേസ് ഓഫ് എ കണ്ടുപിടിക്കുകയാണ്. നൾ സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? The null space of a matrix A is the set of all solutions of the homogeneous equation Ax equal to 0. So Ax equal to 0 എന്ന് പറയുന്ന homogeneous equationന്റെ solution set ആണ് ഈ null space of A. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം കണ്ടാണ്, സെയിം ആണ് basis for null space of A കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എ 0 എഴുതും, എയോട് കൂടി 0യും കൂടി അറ്റാച്ച് ചെയ്യുന്നു, അതിനെ റെഡ്യൂസ് ചെയ്യുവാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഞാൻ ആദ്യം R1 ഇന്റർചേഞ്ചസ് വിത്ത് R2 ചെയ്തു. നമ്മൾ യൂഷ്വലി ചെയ്യുക ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രിയെ 1 ആക്കാൻ വേണ്ടി. സോ ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി -3 ആണ്. നമ്മൾ -3 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ -3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ തേർഡ് എൻട്രി -2/3 എന്നാവും, അടുത്ത എൻട്രി 7/3 എന്നാവും. സോ ആദ്യമേ ഫ്രാക്ഷൻ വരും. സോ കുറച്ച് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ സെക്കൻഡ് റോയിലേക്ക് നോക്കിയാൽ കണ്ടോ, അതിനെ എനിക്കൊരു 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ എന്താണ്, ഇവിടെ ഇതൊന്നും ഫ്രാക്ഷൻസ് ഒന്നും വരില്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടെ അങ്ങ് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഈ സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആവും. അപ്പൊ നമ്മൾ എന്നിട്ട് അതിനെ 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഫ്രാക്ഷൻ ആദ്യമേ വരില്ല. സോ കാൽക്കുലേഷന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം R1 ഇന്റർചേഞ്ചസ് വിത്ത് R2 ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ആദ്യമേ ഈ -3 ഡിവൈഡ് ചെയ്ത് 1 ആക്കാം, ആ രീതിയിലും ചെയ്തു പോവാം. എനിവേ ആൻസർ സെയിമേ വരും. സോ ഞാൻ R1 ഇന്റർചേഞ്ചസ് വിത്ത് R2 ചെയ്യുന്നു. അതിനുശേഷം ഈ 2നെ 1 ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോ R1 ചേഞ്ചസ് ടു R1/2 ചെയ്യുന്നു. സോ ഇവിടെ 1 കിട്ടി. ഇനി ഈ രണ്ട് റോയിലെയും എൻട്രീസ് 0 ആക്കണം, 1ന്റെ താഴത്തുള്ള. സോ R2 ചേഞ്ചസ് ടു R2 + 3 R1ഉം R3 ചേഞ്ചസ് ടു R3 - 3 R1ഉം ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കിയാൽ സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് തേർഡ് കോളത്തിലാണ് വരുന്നത്. എന്നാൽ തേർഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി അതിന്റെ തൊട്ട് മുന്നത്തെ കോളത്തിൽ വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, അതായത് സെക്കൻഡ് റോയിൽ നോൺ സീറോ എൻട്രി വരുന്ന കോളത്തിന് ശേഷമേ തേർഡ് റോയിലെ നോൺ സീറോ എൻട്രി വരുന്ന കോളം വരാവുള്ളൂ. സോ ഇതിങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. സോ സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ഇപ്പൊ സെക്കൻഡ് റോയിലെ നോൺ സീറോ എൻട്രി ആണ് ആദ്യം വരുന്നത്. തേർഡ് റോയിലെ നോൺ സീറോ എൻട്രി അതിന് ശേഷമുള്ള കോളത്തിലായി വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലെ ഈ നോൺ സീറോ എൻട്രി 18നെ 1 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? R2 ചേഞ്ചസ് ടു R2/18 എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ 1 കിട്ടി. 1ന്റെ താഴത്തെ എൻട്രി 0 ആണ്. ഇനി മേളിലൊരു -3 ഉണ്ട്, അതിനെ 0 ആക്കാൻ വേണ്ടി R1 ചേഞ്ചസ് ടു R1 + 3 R2 ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ആയ 4നെ 1 ആക്കാൻ വേണ്ടിയിട്ട് R3 ചേഞ്ചസ് ടു R3/4ഉം കൂടെ ചെയ്യുന്നു. രണ്ടും ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഈ 1ന് മേളിലുള്ള എൻട്രീസിനെ 0 ആക്കണം. അതിനുവേണ്ടി R2 ചേഞ്ചസ് ടു R2 + 4/9 R3, അതേപോലെ R1 ചേഞ്ചസ് ടു R1 - 2/3 R3യും കൂടെ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടി, ഫുൾ റെഡ്യൂസ് ചെയ്തു. 3 റോയിലും നോൺ സീറോ എൻട്രീസ് 1 ആക്കി, അതേപോലെ അതിന് മേളിലും താഴെ ഉള്ളതൊക്കെ 0 ആക്കി. സോ ഇനി ഫർദർ ഒന്നും ചെയ്യാനില്ല. സോ നമ്മൾ x1 x2 വേരിയബിൾസ് എഴുതി കൊടുക്കുകയാണ്. സോ ഇവിടെ ഏതൊക്കെയാണ് ബേസിക് വേരിയബിൾസ്? x1 x2 x3 എന്ന് പറയുന്ന ബേസിക് വേരിയബിൾസ് ആണ്. x4 എന്ന് പറയുന്നത് ഒരു ഫ്രീ വേരിയബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ വേണം. സൊല്യൂഷൻ സെറ്റ് ആണ് Ax = 0 എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻ സെറ്റ് ആണ് നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സൊല്യൂഷൻസ് ആണ് നൾ സ്പേസ് ഓഫ് എയിൽ വരിക. അതിന്റെ ബേസ് ആണ് വേണ്ടത്. സോ Ax = 0 എന്ന് പറഞ്ഞ് വീണ്ടും ഈ മെട്രിക്സ് ഇക്വേഷനെ മാറ്റി എഴുതുന്നു. എ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. സോ ഇത് ത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? x1 + 3/2 x4 = 0, x2 = 0, x3 + 5/4 x4 = 0. നമ്മളോട് നോക്കിയാൽ അറിയാം x4 മാത്രമാണ് ഫ്രീ വേരിയബിൾ. സോ x4ന്റെ ടേംസിൽ എഴുതുന്നു ആദ്യത്തെ മൂന്നാമത്തെ ഇക്വേഷനെ. സോ x1 is -3/4 x4, x2 0 തന്നെ, x3 -5/4 x4 എന്ന് കിട്ടും. x4 is free, so we can take any value for x4. സോ അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സൊല്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സോ ജനറൽ സൊല്യൂഷൻസ് സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് x1 x2 x3 x4 4 വേരിയബിൾസ് ആണ് നമ്മൾ എടുത്തത്. സോ അതിന്റെ കോളം വെക്ടർ കൺസിഡർ ചെയ്ത് x1നെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി? -3/2 x4, x2 എന്ന് പറയുന്നത് 0, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x3 എന്ന് പറയുന്നത് -5/4 x4, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x4 ഫ്രീ വേരിയബിളാണ്. സോ x4ന് പകരം x4 എന്ന് തന്നെ എഴുതുന്നു. സോ ഇതിനകത്ത് ഒരു വേരിയബിളേ ഉള്ളൂ, അഥവാ ഒരു കോൺസ്റ്റന്റേ ഉള്ളൂ. ആ x4നെ ഞാൻ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏത് വെക്ടർ എഴുതാം? -3/2 0, -5/4 1 എന്ന് കിട്ടും.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു വെക്ടർ വരുന്നുള്ളൂ, അതിന് യു എന്ന് കൊടുക്കുക. സോ ഇതെന്താവും x4u എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. സോ നൾ സ്പേസ് ഓഫ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ, നൾ സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സൊല്യൂഷൻസ് ആയിരുന്നു. ഈ x1 x2 x3 x4 എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ കോളം വെക്ടേഴ്സ് ആണ് സൊല്യൂഷൻസ് ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നൾ സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിനെ ഇപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു x4u, സെറ്റ് ഓഫ് ഓൾ x4u സച്ച് ദാറ്റ് x4 അവിടെ കോൺസ്റ്റന്റ് ആണ്, x4 എലമെന്റ് ഓഫ് റിയൽ നമ്പർ ആണ്. സോ ഏത് വെക്ടർ ആണ് നൾ സ്പേസ് ഓഫ് എ സ്പാൻ ചെയ്യുന്നത്, യു മാത്രമേ ഉള്ളൂ. സോ സെറ്റ് യു സ്പാൻ നൾ സ്പേസ് ഓഫ് എ. സോ നൾ സ്പേസ് ഓഫ് എ സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സിന്റെ കളക്ഷൻ കിട്ടി. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് അറിയണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫാക്ട് ആണ് എ സിംഗിൾട്ടൺ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ നോൺ സീറോ വെക്ടർ ഈസ് ഓൾവേസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഒന്നിലധികം വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ, ഇതേ മോഡലിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഈ സോൾവ് ചെയ്ത് വരുന്ന ഈ പ്രോസസ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന വെക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ്. ഇവിടെയും അതുപോലെ തന്നെ ഈ വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. കൂടാതെ ആ രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സിംഗിൾട്ടൺ സെറ്റ്, ഒരു വെക്ടർ മാത്രമുള്ള ഒരു സെറ്റ്, ആ വെക്ടർ നോൺ സീറോ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളക്ഷൻ എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോ ഈ സെറ്റിനകത്ത് ഒരു വെക്ടർ യു എ ഉള്ളൂ. യു എന്ന് പറയുന്ന വെക്ടർ നോക്കുക, സീറോ വെക്ടർ ആണോ? അല്ല. സോ ഇത് ഉറപ്പായിട്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഫ്രം ദിസ് പ്രൊസീജിയർ, നമ്മൾ ഈ സോൾവ് ചെയ്ത് വരുന്ന പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡന്റ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഹെൻസ് നമുക്ക് എന്ത് കിട്ടി? ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്, ഇത് സ്പാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹെൻസ് സെറ്റ് യു ഈസ് എ ബേസിസ് ഫോർ നൾ സ്പേസ് ഓഫ് എ. ഓക്കെ, നെക്സ്റ്റ് കോളം സ്പേസ് ഓഫ് എ. ഇതേ മെട്രിക്സിന്റെ തന്നെ കോളം സ്പേസ് ഓഫ് എയുടെ ബേസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് നമ്മൾ വെക്ടേഴ്സ് മെട്രിക്സിന്റെ കോളംസിനെ നമ്മൾ ഇതുപോലെ എടുത്തു കൊടുത്തപ്പോൾ അതിനകത്ത് ഐഡന്റിറ്റി മെട്രിക്സിന്റെ സിമിലർ കോളംസ് വരുന്നുണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ രീതിയിലാണ് ചെയ്തത്. എന്നാൽ ജനറൽ ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ തന്നാലും എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. സോ ദ കോളം സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദി കോളംസ് ഓഫ് എ. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന് 4 കോളംസ് ആണ് ഉള്ളത്. അതിനെ ഞാൻ A1 A2 A3 A4 എന്ന് പേര് കൊടുക്കുന്നു. 4 കോളംസ് എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒന്നും ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളംസ് പോലെയൊന്നും വരുന്നില്ല. ഓക്കെ, സോ ഇത് ജനറൽ ആയിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. സോ ഈ കോളം സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദി കോളംസ് ഓഫ് എ. അതായത് ഈ A1 A2 A3 A4 ഇതാണ് കോളംസ് ഓഫ് എ. സോ ഈ 4 വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ ആണ് കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും? കോളം സ്പേസ് ഓഫ് എയുടെ ബേസിസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. ഇൻ ദ റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം ഓഫ് ദ മെട്രിക്സ് എ, നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അതിനെ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോമിലാക്കാൻ നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കുക, അതിന്റെ താഴത്തെ മേളിൽ 0 ആക്കുക, ആ രീതി. സോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോമിൽ നമ്മളൊരു മെട്രിക്സിനെ കൊണ്ടുവന്നാൽ ദ പിവോട്ട് കോളംസ് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, പിവോട്ട് കോളംസ് എന്ന് പറഞ്ഞാൽ കോളംസ് കറസ്പോണ്ടിങ് ടു ദ കോളംസ് ഓഫ് ദി ഐഡന്റിറ്റി മെട്രിക്സ്. അതാണ് പിവോട്ട് കോളംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ്, ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളംസ് പോലെ വരുന്ന കോളംസിനെയാണ് നമ്മൾ പിവോട്ട് കോളംസ് എന്ന് വിളിക്കുക. നമുക്കറിയാം, നമ്മൾ പിവോട്ട് കോളംസ് അഥവാ ഐഡന്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസിന്റെ വേരിയബിൾസിനെയാണ് നമ്മൾ ബേസിക് വേരിയബിൾസ് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, സോ ആ കോളംസ് പിവോട്ട് കോളംസ്. സോ ആ പിവോട്ട് കോളംസ് ആണ് ഫോം എ ബേസിസ് ഫോർ കോളം സ്പേസ് ഓഫ് എ. സോ ഒരു മെട്രിക്സ് എ തന്നിട്ട് അതിന്റെ കോളം സ്പേസ് ഓഫ് എയുടെ ബേസിസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ മെട്രിക്സ് എഴുതിയിട്ട് ആദ്യം അങ്ങ് റെഡ്യൂസ് ചെയ്യുക, എക്കിലോൺ ഫോമിലാക്കുക. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് അഥവാ അതിനെ പിവോട്ട് കോളംസ് എന്ന് വിളിക്കും. ആ പിവോട്ട് കോളംസ് ആണ് ഈ കോളം സ്പേസ് ഓഫ് എയുടെ ബേസിസ് ആകുക. മീൻസ് ആ പിവോട്ട് കോളംസ് ഡയറക്റ്റ് എടുക്കുകയല്ല വേണ്ടേ, ആ പിവോട്ട് കോളംസിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഇവിടെ എഴുതിയ A1 A2 A3 കോളംസ് ഏതാണോ അതായിരിക്കും അവിടെ ബേസിസ് ആവുക. നമുക്ക് നോക്കാം. ഞാൻ എ എന്ന് പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സ് എടുക്കുകയാണ്. ഫ്രം ദി എബോവ് ദ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം ഓഫ് എ. സോ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ആ മെട്രിക്സ് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യണം. എ എന്ന് പറയുന്ന മെട്രിക്സ്, ഈ എ എന്ന് പറയുന്ന ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. ഈ മെട്രിക്സ് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുക തന്നെയാണ് നമ്മൾ ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നൾ സ്പേസ് ഓഫ് എയുടെ ബേസിസ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ A0 ആണ് എഴുതി റെഡ്യൂസ് ചെയ്തത്. അതായത് ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ അത് എ ആണ്. സോ എ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നമുക്കറിയാം, നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോമിലേക്കാണ് എ മാറ്റിയത്. റെഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ഇനിയും ചെയ്യണ്ട. സോ ഇവിടെ ഫൈനലി കിട്ടുന്നത് നിങ്ങൾ വീണ്ടും Ax = 0 എന്ന് പറഞ്ഞ് എഴുതിയ ഇതിനകത്താണ് ഈ എ എന്ന് പറയുന്ന മെട്രിക്സ്. സോ ഈ മെട്രിക്സ് ആണ് ഇവിടെ എ എന്ന് പറയുന്നത്. സോ ഞാൻ അത് വീണ്ടും അങ്ങ് എടുത്ത് എഴുതുവാണ്, ഇനി റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതാണ് ഫ്രം ദി അബോവ് ദ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം ഓഫ് എ ഈസ് ഈക്വൽ ടു, ആ റെഡ്യൂസ് ചെയ്ത് കിട്ടിയ ഫോം എഴുതുന്നു. ഇവിടെ A1 A2 A3 A4, അതായത് നമ്മൾ കോളംസിന് ആദ്യം ഈ മെട്രിക്സ് എയുടെ കോളംസിന് പേര് കൊടുത്ത് A1 A2 A3 A4 എന്നല്ലേ. സോ ആ പേരുകൾ ഞാൻ വീണ്ടും കോളംസിന് അങ്ങ് എഴുതി കൊടുക്കുകയാണ്. ഇനി നോക്കിയാൽ ഏതൊക്കെയാണ് പിവോട്ട് കോളംസ് അഥവാ ഐഡന്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം?
first column, second column, third column. So A1, A2, A3 are the pivot columns of A. So they form a basis for column space of A. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 columns ആണ് column space of A യുടെ basis. That is A1, A2, A3. Set A1, A2, A3 form a basis for column space of A. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിക്കോളും. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പാൻ ചെയ്തോളും. ഈ റിസൾട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. പിവോട്ട് കോളംസ് ഓഫ് എ ഫോം എ ബേസിസ് ഫോർ കോളം സ്പേസ് ഓഫ് എ. ദാറ്റ് ഈസ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ റെഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ ഈ കോളംസ് എന്ന് പറഞ്ഞാൽ പിന്നെ A1 ആയിട്ട് ഈ കോളം എടുക്കില്ലേ, A1ന്റെ കറസ്പോണ്ടിങ് കോളം ഇതല്ലേ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 100 ആയി 010 ആയി എന്നേ ഉള്ളൂ. സോ ബേസിസ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ A1, A2, A3 തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ആദ്യത്തെ 3 കോളംസ് ആണ്. നമ്മൾ ആദ്യം എഴുതി വെച്ച A1, A2, A3 ഈ 3 എണ്ണമാണ് ബേസിസ് ഫോർ കോളം സ്പേസ് ഓഫ് എ ആണ്. അല്ലാണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ കറസ്പോണ്ടിങ് കോളംസ് എടുക്കരുത്. ഓക്കെ, സോ ഈ 3 കോളംസ് ആണ് ഈ 3 വെക്ടേഴ്സ് ആണ് ഞാൻ അടുത്ത് എഴുതുന്നത്. A1, A2, A3 ബേസിസ് ആവും നമ്മൾ പറഞ്ഞല്ലോ. ദാറ്റ് ഈസ്, ഏതൊക്കെയാണത്? A1 എന്ന് പറഞ്ഞാൽ വെക്ടർ -3, 2, 3. A2 എന്ന് പറഞ്ഞാൽ 9, -6, -9. A3 എന്ന് പറഞ്ഞാൽ -2, 4, -2. ഫോം എ ബേസിസ് ഫോർ കോളം സ്പേസ് ഓഫ് എ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് ചെയ്യാം. നൾ സ്പേസിനും കോളം സ്പേസിനും മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നൾ സ്പേസിന്റെ Ax = 0 സോൾവ് ചെയ്യുന്ന അവിടുന്ന് തന്നെ നമ്മൾ A റെഡ്യൂസ് ചെയ്ത് വെച്ച് എടുക്കാം. അവിടുന്ന് പെട്ടെന്ന് കോളം സ്പേസ് ഓഫ് എയുടെ ബേസ് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, let A is equal to matrix വന്നിട്ടുണ്ട് 1, -3, -4, -4, 6, -2, third row -3, 7, 6 and B is equal to 3, 3, -4. Determine whether B is in the column space of A. So A എന്ന് പറയുന്ന ഒരു മെട്രിക്സും B എന്ന് പറയുന്ന ഒരു വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോളം സ്പേസ് ഓഫ് എ. കോളം സ്പേസ് ഓഫ് എയ്ക്കകത്ത് B എന്ന് പറയുന്ന ഈ വെക്ടർ ഉണ്ടോന്നാ. ഡിറ്റർമിൻ വെദർ B is in the column space of A. സോ ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് ഇതാണ്. The vector B is in the column space of A if and only if Ax = B has a solution. A എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്നതും ഉണ്ട് കോളം മെട്രിക്സ്. സോ അങ്ങനെയാണെങ്കിൽ Ax = B എന്ന് പറയുന്നതിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്താൽ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ യുണീക് സൊല്യൂഷൻ തന്നെ ആകണമെന്നില്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനും ആകാം. എനിവേ ഒരു സൊല്യൂഷൻ എങ്കിലും എക്സിസ്റ്റ് ചെയ്താൽ ഈ വെക്ടർ B കോളം സ്പേസ് ഓഫ് എയ്ക്കകത്തുണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. നോ സൊല്യൂഷൻ ആണ് Ax = Bക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ വെക്ടർ B കോളം സ്പേസ് ഓഫ് എയിൽ ഇല്ല എന്ന് പറയാം. സോ ഞാൻ Ax = B എന്ന് പറയുന്നതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓഗ്മെന്റഡ് മെട്രിക്സ് AB എഴുതുകയാണ്. അതായത് ഈ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ കൂടെ ഈ B എന്ന് പറയുന്ന കോളം കൂടെ അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലാക്കാൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇനി എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളിവിടെ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഈ ഫോമിലാണ് കിട്ടിയത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം x1ഉം x2ഉം എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം പിവോട്ട് കോളംസ് ആണ്. സോ x1ഉം x2ഉം ബേസിക് വേരിയബിൾസ് ആണ്. x3 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഫ്രീ വേരിയബിൾ ആണ്. സോ നമുക്കറിയാം ഒരു ഫ്രീ വേരിയബിൾ വന്നാൽ അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. സോ ഫോർ ഈച്ച് വാല്യൂ ഓഫ് x3 നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് എ സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് അവിടെ വരിക. ഇത് വീണ്ടും Ax = 0 എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷൻ ആക്കി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, x1 + 5x3 = -9/2, x2 + 3x3 = -5/2. അതിൽ നിന്ന് x1നെ -5x3 -9/2, x2യെ -3x3 -5/2. x3 ഇവിടെ ഫ്രീ വേരിയബിൾ ആണ്. സോ ദ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, Ax = B എന്ന് പറയുന്നതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ B is in the column space of A. കാരണം ഞാൻ പറഞ്ഞു B കോളം സ്പേസ് ഓഫ് എയിലാണെങ്കിൽ Ax = Bക്ക് അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷനെങ്കിലും എക്സിസ്റ്റ് ചെയ്താൽ മതി. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ B എന്ന് പറയുന്നത് കോളം സ്പേസ് ഓഫ് എയ്ക്കകത്തുണ്ട്. വളരെ എളുപ്പം ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ഓൾസോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതും ഇപ്പം ഇത് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഈ 5th ക്വസ്റ്റ്യൻ. നോക്കുക, ഷോ ദാറ്റ് B is equal to set B1, B2, B3 ഫോം എ ബേസിസ് ഓഫ് R3 വേർ B1 തന്നിട്ടുണ്ട്, കോളം വെക്ടർ 1, 1, -2, B2 is കോളം വെക്ടർ -5, -1, 2, B3 is കോളം വെക്ടർ 7, 0, -5. ഇത് R3യിലെ 3 വെക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത്. R3ക്ക് ഇതൊരു ബേസിസ് ഫോം ചെയ്യും എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു 3 വെക്ടേഴ്സ് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ, സെറ്റ് B1, B2, B3 അല്ലേ ബേസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്, അത് ബേസ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റും ആകണം. അതേപോലെ ഇത് സ്പാൻ ചെയ്യണം. സ്പാൻ ചെയ്യുക മീൻസ് R3യിലെ ഏതൊരു വെക്ടർ എടുത്താലും ഈ 3 വെക്ടേഴ്സിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കണം. സോ ആദ്യം ഞാൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ പോകണം. ഈ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് x1 b1 + x2 b2 + x3 b3 = 0. ഓക്കെ, x1 x2 b1 b2 b3 ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. =0 എന്ന് പറയുന്ന വെക്ടർ കൊടുക്കുന്നു. സോ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. അതിൽ നിന്ന് മെട്രിക്സ് ഇക്വേഷൻ Ax = B എന്ന് പറയുന്ന ഫോമിലാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്. സോ മെട്രിക്സ് ഇക്വേഷന്റെ ഫോമിൽ ഞാൻ എഴുതുന്നു കോഎഫിഷ്യന്റ് മെട്രിക്സ് A into x1, x2, x3 = 0, 0, 0. അവിടുന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓഗ്മെന്റഡ് മെട്രിക്സ് AB എഴുതുന്നു.
എ ബി എഴുതിയിട്ട് അതിനെ റോ റെഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, റോ റെഡ്യൂസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടി x1 x2 x3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് എന്താണ്, മൂന്നും പിവോട്ട് കോളംസ് ആണ്. സോ 3 വേരിയബിൾസും ബേസിക് വേരിയബിളാണ്. അപ്പൊ തന്നെ നമുക്കറിയാം യുണീക് സൊല്യൂഷൻ ആണ്. ഫ്രീ വേരിയബിൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക, infinitely many solution. Okay, so all variables are basic variables. So ax equal to b, വീണ്ടും മെട്രിക്സ് ഇക്വേഷൻ എഴുതുന്നു. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x1 x2 x3 equal to 0 0 0. സോ x1 0 x2 0 x3 0 എന്ന് കിട്ടും. സോ ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. സോ അതുകൊണ്ട് തന്നെ b1 b2 b3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ b1 b2 b3 സ്പാൻസ് R3 എന്ന്. ടു പ്രൂവ് സ്പാൻ ഓഫ് b1 b2 b3 is equal to R3, അതായത് നമുക്ക് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് എനി വെക്ടർ വി. R3യിൽ ഒരു ജനറൽ വെക്ടർ എടുക്കുകയാണ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ്, ഏതൊരു ജനറൽ വെക്ടർ എടുത്താലും ദാറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് b1 b2 b3 എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഏതൊരു വെക്ടർ എക്സ് വൈ സെഡ് എടുത്താലും ദാറ്റ് ഈസ് ഈക്വൽ ടു സം b1 b2 b3, ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് b1 b2 b3 എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എനിക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്, വി ഈസ് ഈക്വൽ ടു എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു x1 b1 ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്, x1 into b1 plus x2 into b2 plus x3 into b3, where x1 x2 x3 element of R. ഓക്കെ, ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. v equal to x1 b1 plus x2 b2 plus x3 b3 has a unique solution, then b1 b2 b3 spans R3. സോ നമുക്ക് v എന്ന് പറയുന്ന വെക്ടറിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് b1 b2 b3 ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ v is equal to x1 b1 plus x2 b2 plus x3 b3 എന്ന് പറയുന്ന ഈ ഇക്വേഷന് എന്തുണ്ടായിരിക്കണം, ഒരു യുണീക് സൊല്യൂഷൻ. അത് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെറ്റ് R3യെ 3 വെക്ടേഴ്സ് സ്പാൻ ചെയ്യും, ഏതൊരു സെറ്റ് വന്നിട്ട് അതിനെ സ്പാൻ ചെയ്യും എന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ട കാര്യം. എന്താണ്, R3യിലെ ഏതൊരു വെക്ടർ എടുത്താലും അതിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് b1 b2 b3 ആയിട്ട് എഴുതാൻ സാധിക്കും. സോ അതിനുവേണ്ടി അങ്ങനെ എഴുതുന്ന ആ എക്സ്പ്രഷന് ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് എപ്പോഴും യുണീക് സൊല്യൂഷൻ തന്നെയായിരിക്കണം. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയാലും നമുക്ക് പറയാൻ പറ്റില്ല ലീനിയർ കോമ്പിനേഷൻ ആണ്. യുണീക് സൊല്യൂഷൻ എന്നുള്ളത് മസ്റ്റ് ആണ്. സോ യുണീക് സൊല്യൂഷൻ, ഈ ഇക്വേഷൻ ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടിയാൽ നമുക്ക് പറയാം b1 b2 b3 സ്പാൻസ് R3 എന്ന്. സോ ഞാൻ ആ ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്ത് നോക്കാൻ പോവാണ് ഇതിന് യുണീക് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ v equal to x1 b1 plus x2 b2 plus x3 b3, v എന്ന് പറയുന്ന വെക്ടർ ഞാൻ x y z ആയിട്ട് എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x1 b1 പ്ലസ് b1 b2 b3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. x1 minus 5x2 plus 7x3 equal to x, x1 minus x2 plus 0x3 equal to y, minus 2x1 plus 2x2 minus 5x3 equal to z. ഞാൻ ax equal to b എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷൻ എടുക്കുന്നു. അതിനുശേഷം ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എഴുതുന്നു. സോ ഇവിടെ എക്സ് വൈ സെഡ് ആണ് വരുന്നത്, നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, റെഡ്യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക, ഇവിടെ 3 എൻട്രീസ് എക്സ് വൈ സെഡ് ആണ്, അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ വരും. സോ നമ്മൾ ഇതിനെ 3നെയും റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x1 x2 x3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 കോളംസും ബേസിക് വേരിയബിൾസ് ആണ് കിട്ടുക. ഇനി ഇവിടെ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു, വീണ്ടും ax equal to b എഴുതുന്നു, യുണീക് സൊല്യൂഷൻ ആണോ നോക്കാനാണ്. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് x1ഉം x2ഉം x3, അതായിരുന്നല്ലോ നമ്മുടെ വേരിയബിൾസ് അവിടെ, x1ഉം x2ഉം x3യും കിട്ടുന്നു. സോ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആണ് കിട്ടുന്നത് വാല്യൂസ്. സോ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടിയല്ലോ, അവിടുന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് സ്പാൻ ചെയ്യും, ഈ സെറ്റ് സ്പാൻ ചെയ്യും എന്ന് പറയാം. സോ ഏതൊരു വെക്ടർ v എടുത്തു കഴിഞ്ഞാലും അതിനെ എനിക്ക് എന്താണ് x1 x2 x3യുടെ b1 b2 b3യുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അതിൽ ഈ x1ഉം x2ഉം x3യും എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ട് v equal to x1 b1 plus x2 b2 plus x3 b3 എന്നല്ല നമ്മൾ എടുത്ത്, എന്നിട്ട് ഈ x1 x2 x3യും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. സോ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഈ ഇക്വേഷനിൽ v equal to എന്ന് പറഞ്ഞാൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, v is equal to x y z, that is equal to x1 എന്ന് പറയുന്നത് 11y minus 5x minus 7z by 20 b1 plus x2ന്റെ വാല്യൂ ഇത് കൊടുക്കുന്നു, അതേപോലെ x3യുടെ വാല്യൂ ഇത് കൊടുക്കുന്നു. സോ നമ്മൾ ഏതൊരു വെക്ടർ എക്സ് വൈ സെഡ് എടുത്താലും ഈ എക്സ് വൈ സെഡ് ഈ വാല്യൂസ് ഉപയോഗിച്ച് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇൻറ്റു b1 b2 b3 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ സ്പാൻ ഓഫ് b1 b2 b3 എന്ന് പറയുന്നത് എന്തായി, R3 എന്ന് കിട്ടും. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഹെൻസ് b1 b2 b3 is a basis for R3. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ.